നാളെ മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നഗരം, ജില്ല മാറിക്കഴിഞ്ഞു. എല്ലാവരെയും വരവേൽക്കാൻ തൃശ്ശൂരിലെ ജനാവലി ഒന്നിച്ച് പലവിധത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അതിനെ വിജയിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഇതിനെ വിജയിപ്പിക്കാനും ആദരിക്കാനും ശ്രമിക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമാണ്. ഈ കലോത്സവത്തിൽ കവിതയ്ക്കും കഥയ്ക്കും 1ാം സമ്മാനം നേടുന്ന +2 ഹയർ സെക്കൻഡറി ആൻഡ് SLC ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് നമ്മുടെ വക ഒരു പുരസ്കാരം, തൃശ്ശൂരിൻ്റെ വകയായി ഒരു പുരസ്കാരം കൊടുക്കാമെന്നാണ് ആ തീരുമാനം ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് പത്രസമ്മേളനം വിളിക്കുന്നത്. ജയറാം വാഴൂര്, ചാക്കോടി അന്തിക്കാട്, റീബ പോൾ എന്നിവരാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അത്ര ചെറിയൊരു വാർത്തയാണ്. നമ്മളും കൂടെ സഹകരിക്കുന്നു, അതിൻ്റെ ഒപ്പം നിൽക്കുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായിരുന്നു യാത്രയിലുണ്ടല്ലോ. പുസ്തകമുണ്ട്, മൊമെന്റോ ഉണ്ട്, പ്രശസ്തി പത്രം ഉണ്ടോ? അതെ, 3000 രൂപയുടെ പുസ്തകം. 3000 രൂപ അല്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മീഡിയ റൂമിൽ വെച്ച് കൊടുക്കാന്നാണ് നമ്മൾ തീരുമാനിച്ചത്. രചനാ മത്സരം വ്യത്യസ്ത സമയങ്ങളാണ്. അത് നോക്കണം. അല്ല, 2 സമയത്താണെങ്കിൽ 2 തവണ ചെയ്യാലോ. നമ്മളിവിടെ ഉള്ളവരല്ലേ, അതൊന്നും പ്രശ്നമില്ല. ഹൈസ്കൂളിന്റെ റിസൾട്ട് വരുമ്പോൾ ഹൈസ്കൂളിന് കൊടുക്കാം, ഹയർ സെക്കൻഡറി വരുമ്പോൾ പിന്നെ വീണ്ടും അങ്ങനെ പലരും പല വിധത്തിലുള്ള സഹായങ്ങളും പിന്തുണയ്ക്കായിട്ട് വരുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഞങ്ങളും വരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ ഇന്നലെ നടൻ നടിക്കുള്ള അവാർഡ് അങ്ങനെയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞായിട്ട് പിറ്റേ ദിവസം പിജാനെ അവാർഡ് കൊടുക്കുന്നു. അത് അതേ പറ്റുള്ളൂ. പിറ്റേ ദിവസം മീഡിയ സെന്ററിൽ വരാൻ പറയാ, കൊടുക്കുക. പിന്നെ മറ്റേ 17-ാം തീയതി നടമത്സരം കഴിയുമ്പോൾ 18-ാം തീയതി വരെ കൊടുക്കുക. കാവ്യശിഖാവിലെ കവികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. കവിതയിലെ പുതിയ തലമുറയെ വരവേൽക്കാന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, അതിപ്പോ നമ്മൾ എല്ലാ മത്സരങ്ങളും കാണുമ്പോൾ അറിയാം, എല്ലാ മത്സരങ്ങളെക്കാളും ഗംഭീരമായ മത്സരവും പിന്നെ റിസൾട്ടും പ്രകടനവുമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ നാടകം ഏതായിക്കോട്ടെ, ഇപ്പൊ യൂണിവേഴ്സിറ്റി മത്സരമായാലും അക്കാഡമി ഒക്കെ ചെയ്യുന്ന പോലുള്ള മറ്റേ പ്രൊഫഷണൽ അമേച്ചർ മത്സരങ്ങളായാലും ആ മത്സരങ്ങളിൽ വരുന്നതിനേക്കാൾ എത്രയോ മികച്ച പെർഫെക്ഷനുള്ള കലാരൂപങ്ങളാണ് ഈ സ്കൂൾ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമഹോത്സവമായിട്ട് തന്നെയാണ് വരുന്നത്. യെസ്.